അല്ല, എല്ലാ മാലിന്യങ്ങളും കൊണ്ട് തള്ളാനുള്ള സ്ഥലമല്ല നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ധാരാളം ബ്രെഡ് കഴിക്കുന്നവരാണ്. ഈ ബ്രെഡിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. മൈദയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാരുകളോ വേറെ ഗുണകരമായ ഒരു വസ്തുക്കളും ഇല്ല. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് മൈദയാണ്. മൈദയിൽ നമുക്കറിയാം യാതൊന്നുമില്ലാത്ത മൈദ, ഉപ്പ്, പഞ്ചസാര, പ്രിസർവേറ്റീവ്സ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുന്ന സാധനങ്ങളാണ്. മാത്രമല്ല, ഇത് ദഹനാവസ്ഥയിൽ വന്നിപ്പോൾ നമ്മൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നേരെ ഇരുന്ന ബ്രെഡ് വാങ്ങിക്കും, ചായ തേയില കൂട്ടി നമ്മൾ കഴിക്കും. പിന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് നില ഉയർത്തുന്നതിനാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. പഞ്ചസാരയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 100ൽ 68ആണ്. അത് മൈദ ബ്രെഡിനാണെങ്കിൽ 95ഉം ഗോതമ്പ് ബ്രെഡിനാണെങ്കിൽ 85ഉമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഗ്ലൂക്കോസ് നിലയെ പെട്ടെന്ന് ഉയർത്തുന്നു. അതായത് ശരീരത്തിന് ദോഷമാണ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ഗോതമ്പ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പക്ഷെ ഗോതമ്പ് എന്ന് പറയുന്ന ബ്രൗൺ ബ്രെഡുകൾ പലപ്പോഴും ഈ മൈദയിൽ തന്നെ കാരമൻ എന്നുള്ള കൃത്രിമ നിറം ചേർക്കുന്നത് കൊണ്ടാണ് അവന് ബ്രൗൺ കിട്ടുന്നത്. ഗോതമ്പ് ബ്രെഡ് അഥവാ വാങ്ങിച്ചാലും ഗോതമ്പാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ വാങ്ങിക്കാവൂ. കാരണം ഇതെന്ന് പറയുന്നത് ശരീരത്തിന് ദോഷമുണ്ടാക്കും. നമ്മളൊക്കെ ധാരാളം ബ്രെഡ് കഴിക്കുന്നവരാണ്. ബ്രെഡ് ഒരു ഗുണവും ശരീരത്തിന് വരുത്തുന്നതല്ല. നമ്മൾ ഏറ്റവും ആരോഗ്യകരമായ വീക്ക്നെസ്, പണ്ടത്തെ കാലത്ത് നമ്മൾ പൊടിയേരി കഞ്ഞി ആണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ആ ഭാഗത്ത് നമ്മൾ ബ്രെഡും തേയിലയും ചായയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അത് മാറ്റണം. ബ്രെഡ് ആരോഗ്യത്തിന് ഗുണകരമല്ല. ആരോഗ്യത്തിന്റെ പ്രത്യേകിച്ചും ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഒരു കാരണവശാലും കഴിക്കരുത്. ഷുഗർ നില വളരെ ഉയർത്താൻ കഴിവ് ബ്രെഡിനുണ്ട്. പിന്നെ ഇത് നമ്മൾ നിർമ്മിക്കുന്നത് പോലും വളരെ ശുദ്ധിയോടുകൂടി ആയിരിക്കണമെന്നില്ല പലപ്പോഴും ബേക്കറിയിൽ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ബ്രെഡ് നമ്മുടെ ജീവിതത്തിന് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. അഥവാ ബ്രെഡ് കഴിച്ചു തീരുമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ധാരാളം വെജിറ്റബിൾസും മുളപ്പിച്ച പയർവർഗ്ഗങ്ങളും എല്ലാം ചേർത്ത് ഒരു സമീകൃത ആഹാരമാക്കി കഴിക്കുന്നു.